പ്രായം ചെന്ന കാരണവന്മാരെ, യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരെ, 40 കഴിഞ്ഞവരെ, അസറിന്റെ ശേഷം നിങ്ങൾ കണ്ടില്ലേ പലയിടത്തും അങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകളെ കാണാം. ഒന്ന് വിളിച്ചിട്ട് ഇന്നൊരു ജുസ് ഖുർആൻ ഓതിയെന്ന് വെച്ചാൽ നേരം കിട്ടിയില്ല എന്ന് പറയും. ഇന്നലെ ഹദ്ദാദ് ചൊല്ലിയോ എന്ന് വെച്ചാൽ സമയം തീരെ കിട്ടിയില്ല എന്ന് പറയും. ഈ നിൽക്കുന്ന 2 മണിക്കൂർ എന്തിനാണ്? ദുന്യാവിൽ എന്ത് ഉപകാരമുള്ളത്? ആഖിറത്തിലേക്ക് എന്ത് ഉപകാരമുള്ളത്? 2 ലോകത്ത് ഉപകാരമില്ലാത്ത പണിയുമായി മുഅ്മിൻ ഏർപ്പെടാൻ പറ്റൂലല്ലോ. അതേ, അങ്ങനത്തെ ഒരാളായി മുഅ്മിൻ മാറാൻ പാടില്ല. 3 മണിക്ക് അവൻ ഉറങ്ങുന്നു, സ്വകാര്യ റൂമിൽ അവൻ ഇതാണ് പരിപാടി. അത് അപ്പുറത്തെ റൂമിൽ നിന്ന് ഉമ്മ അറിയുന്നുണ്ട്, പക്ഷേ മിണ്ടുന്നില്ല. എന്തിനാ ഉമ്മയായത്? ഉപ്പ അറിയുന്നുണ്ട്, മൗനിയാണ്. എന്തിനാ ബാപ്പയായത്? എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താ കുട്ടിയെ ദുഷിപ്പിക്കുന്നത്? മറ്റൊരു തഫ്സീർ കണ്ടോ? ലാ യശ്ഹദൂന അസ്സൂർ ലാ യുസായിദൂന അഹ്ലൽ ബാത്തിലി അലാ ബാത്തിലിഹിം. മിഥ്യയുടെ ആളുകൾ അവരെ മിഥ്യയുടെ മേൽ സഹായിക്കാൻ അവര് പോകൂല. അയാൾ തോന്നിവാസിയാണ്, നന്നായി വരട്ടെ. ബിദ്അത്തുകാരനാണ്, നന്നായി വരട്ടെ, അയാളെ സഹായിക്കാനില്ല. തെമ്മാടിയാണ്, അവനെ സഹായിക്കാനില്ല, അവന് സപ്പോർട്ട് ചെയ്യാനില്ല. വലാ യുമാലിഊനഹും ഫീ, അവരോട് ഇണക്കത്തിന് പോകൂല. ബാത്തിലിന്റെ ആളുകളോട് ഹക്കല്ലാത്തത് സ്വീകരിക്കുകയും സത്യസന്ധമല്ലാത്ത രൂപത്തിലൂടെ നടക്കുകയും പ്രവർത്തിക്കുകയും നീക്കുകയും ചെയ്യുന്ന ആളുകളില്ലേ, അവരെ സഹായിക്കാനോ അവരോട് യോജിക്കാനോ അവരോട് ഇണങ്ങാനോ മഹത്തുക്കള് പോകൂല. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ എന്നതിനെ 5ാമത്തെ തഫ്സീർ കണ്ടോ? മജാലിസസ്സൂ, ദുഷിച്ചൊരൊറ്റ സദസ്സിലും അവര് സംബന്ധിക്കൂല. ദുഷിച്ച സദസ്സുകൾ, അതിലവർ സംബന്ധിക്കൂല, അവരെ കാണൂല, അവരതിന് പോകൂല, കൂട്ടുനിൽക്കൂല. ലാ യശ്ഹദൂന അസ്സൂർ മജാലിസസ്സൂ, ദുഷിച്ച സദസ്സുകൾ. ദുഷിച്ച സദസ്സില്ലേ എത്രണ്ട്? ചീത്ത സദസ്സുകൾ എത്രണ്ട്? ചീത്ത സദസ്സാണ് സഹോദരങ്ങളെ ഗീബത്തിന്റെ സദസ്സ്. അതുപോലെ തന്നെ അനാവശ്യം പറയുന്ന സദസ്സ്. അതേ രൂപത്തിൽ തന്നെ മദ്യപാനികളുടെ സദസ്സ്, അതേ രൂപത്തിൽ തന്നെ ദുർമാർഗികളുടെ സദസ്സ്, അതേ രൂപത്തിൽ തന്നെ അനാവശ്യത്തിന് പ്ലാൻ ചെയ്യുന്ന സദസ്സ്. ഇതിലൊന്നും അവരെ കാണൂല. കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് കളവ് പറഞ്ഞിട്ടും തമാശ പറഞ്ഞിട്ടും കോമഡി പറഞ്ഞിട്ടും ജനങ്ങളിൽ നിന്നൊരാളങ്ങനെ പിരിവുണ്ടാക്കുന്നു, അതിനും അവര് പോകൂല. ദുഷിച്ച ഒരു സ്റ്റേജിലും അവരെ കാണൂല, അവരതിന് സംബന്ധിക്കാൻ പോകൂല. അവർക്കത് വെറുപ്പാണ്. അതേ, ഒന്നുകൂടി വിശദമായിട്ട് മുഹമ്മദ് ഇബ്നുൽ ഹനഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ അൽ ഗനാ, സംഗീത സദസ്സുകളിൽ അവർ പങ്കെടുക്കൂല. സിനിമയിലോ നാടകത്തിലോ മ്യൂസിക്കിന്റെ പരിപാടികളിലോ അവര് സംബന്ധിക്കൂല. വല്ലഹ്വി, വിനോദ സദസ്സുകളിലും അവര് സംഗമിക്കൂല. പ്രായം ചെന്ന കാരണവന്മാരെ, യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരെ, 40 കഴിഞ്ഞവരെ, അസറിന്റെ ശേഷം നിങ്ങൾ കണ്ടില്ലേ പലയിടത്തും അങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകളെ കാണാം. ഒന്ന് വിളിച്ചിട്ട് ഇന്നൊരു ജുസ് ഖുർആൻ ഓതിയെന്ന് വെച്ചാൽ നേരം കിട്ടിയില്ല എന്ന് പറയും. ഇന്നലെ ഹദ്ദാദ് ചൊല്ലിയോ എന്ന് വെച്ചാൽ സമയം തീരെ കിട്ടിയില്ല എന്ന് പറയും. ഈ നിൽക്കുന്ന 2 മണിക്കൂർ എന്തിനാണ്? ദുന്യാവിൽ എന്ത് ഉപകാരമുള്ളത്? ആഖിറത്തിലേക്ക് എന്ത് ഉപകാരമുള്ളത്? 2 ലോകത്ത് ഉപകാരമില്ലാത്ത പണിയുമായി മുഅ്മിൻ ഏർപ്പെടാൻ പറ്റൂലല്ലോ. അതേ, അങ്ങനത്തെ ഒരാളായി മുഅ്മിൻ മാറാൻ പാടില്ല. എത്രയാണ് വിനോദ സദസ്സുകൾ അധികരിച്ചു വരുന്നത്? ഇനിയും നമ്മുടെ നാടുകളിൽ പലതും വരാനുണ്ട്. വിദേശത്തുള്ള ഒരുപാട് സംഗമങ്ങൾ ഇവിടെ വരും. ഞാനതൊരു പ്രവചനം പോലെ പറയുകയല്ല, അതൊക്കെ നാട്ടിൽ വരുമ്പോഴും അതിലേക്കൊന്നും പോകാതെ, അതൊന്നും മണക്കാതെ, എന്താന്നറിയാതെ
വളരെ നല്ല മനസ്സോടെ മനസ്ഥിതിയോടെ ജീവിക്കുന്ന ആളുകളില്ലേ, സുബ്ഹാനല്ലാഹ്, അത് വലിയ സന്തോഷമാണ്. അങ്ങനത്തെ ആളുകൾ നാട്ടിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അള്ളാന്റെ അദാബും അല്ലാഹു തആലാന്റെ ശിക്ഷയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദുഷിച്ച സദസ്സുകളിൽ, സംഗീത സദസ്സുകളിൽ മുസ്ലിങ്ങൾ സ്ഥിരം മെമ്പർമാരായി മാറിപ്പോയി. അവനാന്റെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഔറത്ത് വെളിവാക്കി ട്രാക്കിലൂടെ ഓട്ടിക്കുന്നതിന് ഒരു കുറവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ പറയും ചില ആൾക്കാർ. ഇസ്ലാം കുട്ടികൾക്ക് ഇസ്ലാം കളി അനുവദിച്ചിട്ടുണ്ട്. ശരിയാ, കുട്ടിക്കാലത്ത് ഇസ്ലാം കളി അനുവദിച്ചിട്ടുണ്ട്, സുന്നത്താക്കിയിട്ടുണ്ട്. കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലം കഴിഞ്ഞാൽ അവൻ കാര്യബോധമുള്ളവനായി നടക്കണം. ഇസ്ലാമിന്റെ ആ ശാസ്ത്രത്തിൽ ഒരു എതിരുമില്ല. 45, 55 വരെ ഇങ്ങനെ കളിക്കുന്ന പിന്നെ എന്നാ കാര്യത്തിലേക്ക് എത്തുക? പഞ്ഞിക്കണ സമയത്തോ ഞാൻ ഒന്ന് നിസ്കരിക്കട്ടെ എന്ന് പറയില്ല. എന്നാ കാര്യത്തിലെത്ത ഈ ആരോഗ്യത്തിൽ എന്നാ നീ ഒന്ന് അധ്വാനിക്കുക, എന്നാ ഒന്ന് നേരെ ചൊവ്വേ നടക്കുക? അതിന് പ്രായമല്ലോ. പ്രായമുണ്ട് ആയി എന്നാരെങ്കിലും പറഞ്ഞാലും പ്രായമില്ലാത്ത കോലത്തിലേക്ക് മാറും എന്നാ പറഞ്ഞേ. അതിന് മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നടത്തുന്നു. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, കുട്ടികളെ വശീകരിച്ചുകൊണ്ട് എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ്, കഞ്ചാവ് വിൽപ്പനക്കാര്, മയക്കുമരുന്ന് വിൽപ്പനക്കാര്, അതിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നവര്. പണം കൊടുക്കുന്നിടത്ത് നമുക്ക് യാതൊരു കുറവുമില്ല. മോന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ, കോളേജിലേക്ക് പോകുമ്പോ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാനാകൂല. നമ്മൾ ഈ എല്ലാ സംഗതികൾക്കും അറബി സിസ്റ്റം വരുത്തരുത്. അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന ദുരന്തം ചെറുതൊന്നാവൂല. അറബികൾ പീടിയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ 2 റിയാലോ 3 റിയാലോ 5 റിയാലോ കുട്ടികൾക്ക് അവരത് ഭക്ഷിച്ച് സ്കൂൾ മദ്രസയിലേക്ക് പോകും. നമ്മൾ ആ സഭയിൽ സ്വീകരിച്ചാൽ നമ്മളെ കുട്ടികളെ ഒന്ന് വറക്കാനോ ഒന്ന് കറക്കാനോ അല്ലെങ്കിൽ മറ്റു പലതും നുണയിപ്പിക്കാനോ അല്ലെങ്കിൽ ഏജന്റുകളാക്കി മാക്കാനോ ഓരോ സ്ഥലത്തും കണ്ടില്ലേ നിങ്ങൾ? അതിന് പറ്റിയ ആൾക്കാർ എത്ര സ്ഥലത്ത് നിന്നാ പിടികൂടുന്നത്? അതിനൊരു പഴുത് നമ്മൾ ഉണ്ടാക്കരുത്. നല്ല ഭക്ഷണം നല്ല പാത്രത്തില്, പ്ലാസ്റ്റിക് പാത്രം അല്ലാത്ത നല്ല പാത്രത്തില് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ഭക്ഷണം വേവിച്ചു കൊടുക്കും. വലിയ കൂലി കിട്ടും ഉമ്മമാരെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്. അതിനവസരം ഉണ്ടായിക്കൊടുക്കുക. എവിടെങ്കിലും ഒന്നും കാണാത്ത സ്ഥലത്ത് നമ്മളെ കുട്ടികൾ ഹോസ്റ്റലിലും മറ്റും പഠിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് സാഹചര്യമുള്ള ഹോസ്റ്റലുകൾ തേടിപ്പിടിച്ച് അവരെ പാർപ്പിക്കുക. മറ്റു ഹോസ്റ്റലുകളിൽ കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് ഡിഗ്രി എടുത്ത് വരുന്ന കുട്ടി ഏതെങ്കിലും ഒരു സമയത്ത് അവന്റെ രഹസ്യം ഈ വാപ്പ ഒന്ന് പുറത്തറിയിക്കാൻ വേണ്ടി രാത്രി സമയത്ത് മോനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞു വരുമ്പോ ബസ് സ്റ്റോപ്പിലും മറ്റും ഔറത്ത് വെളിവാക്കി ഛർദിച്ചു തുപ്പി കള്ളു കുടിച്ചും മറ്റും കടക്കുന്ന കോലത്തിലാകരുത്. അതിനൊക്കെ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിക്കരുത്. ഡിഗ്രിയൊക്കെ നല്ലതാ, പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം. നിസ്കാരം മുടങ്ങാത്ത, കുറ്റകൃത്യങ്ങളിൽ പെടാത്ത, അതിന് സൗകര്യങ്ങൾ ഒരുക്കാത്ത രൂപത്തിലാകണം ആ പഠനം. അപ്പോഴേ അതുകൊണ്ട് ഫലം കിട്ടും. തൊഴിലൊക്കാകുമ്പോൾ ഉസ്താദെ കുറച്ചൊക്കെ അങ്ങനെ പറ്റൂലേ? ഒരു നിലക്കും പറ്റൂല. നമ്മളോട് അതിന്റെ വിഷയത്തിലൊക്കെ ചോദ്യം വരും. അപ്പോൾ ഇസ്ലാമിക് ഹോസ്റ്റലുകൾ പഠിക്കാൻ ഇസ്ലാമിക് ബോർഡിങ്ങുകളുണ്ട്. അവിടെ ഫീസ് അന്വേഷിച്ച് നോക്കുമ്പോൾ 2000 3000 അധികമാണ്. അത് സഹിക്കാനാവൂല, ബാക്കി എവിടെ എന്ത് കൊടുത്താലും കുഴപ്പമില്ല, അവിടെ കൊടുക്കാനാകൂല എന്ന് കരുതി കൊണ്ടുപോയി ചേർക്കെവിടെങ്കിലും. ചിലപ്പോ മഹാവിദേഹത്തുകാരനായിട്ട് വരും, അല്ലെങ്കിൽ മഹാഫാസിക്കായിട്ട് വരും. രണ്ടിന്റെയും ദുരന്തം നമ്മൾ അനുഭവിക്കണ്ടേ? അതുകൊണ്ട് ദുഷിച്ച കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അവരെവിടെ പഠിക്കുകയാണെങ്കിലും ശരി, അത് കൊച്ചിയിലാണെങ്കിലും ശരി, കന്യാകുമാരിയിലാണെങ്കിലും ശരി, ബാംഗ്ലൂരിലാണെങ്കിലും ശരി, ബോംബെയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് നന്നായി വിലയിരുത്തണം. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് എല്ലാ ഹറാമുകളും രുചിച്ച് മണത്ത് ബന്ധപ്പെട്ട് എല്ലാറ്റിലും പോയിപ്പെട്ട രൂപത്തിലാകരുത് തിരിച്ചു വരുന്നത്. അങ്ങനെയാകുമ്പോ അതിന്റെ ദുരന്തങ്ങൾ പിന്നീടും പലതും പുറത്തു വരുന്നുണ്ട്. ഒരുപാട് റിസൾട്ടുകൾ അങ്ങനെ പുറത്തു വരുന്നുണ്ട്. പലതും നമ്മൾ വായിക്കുന്നതാണ്. ഇങ്ങനെ അവനാകുമെന്ന് കരുതിയിട്ടില്ല എന്നൊക്കെ പറയും. അതിനാദ്യം ശ്രദ്ധിക്കണ്ടേന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകൂല. രാവിലെ വിളിച്ചു മോനെ നീ നിസ്കരിച്ചോ? സുബഹി ഇല്ല. ഞാൻ ഇന്നലെ കുറെ വായിച്ച് നേരം വൈകിട്ടാണ് ഉറങ്ങിയതുകൊണ്ടൊന്ന് സുബഹി നിസ്കരിക്കാൻ പറ്റിയില്ല. ലാഘവത്തോടെ പറയുന്നു. ആ പിറ്റേന്ന് നോക്കുമ്പോ സ്കൂളില്ല. അന്ന് വിളിച്ചു,
മോനെ ഇന്നലെ സ്കൂളില്ലല്ലോ, അപ്പൊ രാത്രി നേരത്തെ കിടക്കാൻ പറ്റിയില്ലേ? സുബഹി നിസ്കരിച്ചോ? ഇല്ല, ഇന്ന് നിസ്കരിക്കാൻ പറ്റിയില്ല. അന്വേഷിച്ചു നോക്കുമ്പോ പഠനകാലത്ത് ഒരൊറ്റ സുബഹിയും ഇല്ല. കാരണം വീട്ടിലല്ലല്ലോ, നിരീക്ഷിക്കാൻ ആളില്ലല്ലോ, കൂടെയുള്ളവരോ നിസ്കരിക്കുന്നവരല്ലല്ലോ. ഇവിടെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. അതേ, സംഗീത സദസ്സുകളിൽ ഒരു മുസ്ലിമിനും ചാൻസ് ഇല്ല. അല്ലാഹ് പൊരുത്തപ്പെട്ട അടിമകൾ അതിൽ ചാൻസ് കൊടുക്കൂല. വിനോദ സദസ്സുകളിലേക്കും അവർ പോകൂല, പങ്കെടുക്കാൻ പോകൂല. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ കൂടി വായിക്കട്ടെ. മജാലിസുൽ ഗിനാ ലാ യശ്ഹദൂന സൂർ, സംഗീത സദസ്സുകൾ എന്ന് പേരെടുത്ത് പറഞ്ഞു. അതേ പേര് കിട്ടാൻ വേണ്ടി, പെരുമ കിട്ടാൻ വേണ്ടി എത്ര ആളുകളാണ് മക്കളെയും കൊണ്ടുപോയി പാടിപ്പിക്കുന്നത്. അതിനെന്തൊക്കെയോ ഒരു പേരും പറയാറുണ്ട്. എനിക്ക് എന്റെ പേരൊന്നും ഇഫ്ലില്ല. അവിടെ പാടിയാൽ ലോകത്തുള്ള ആൾക്കാർ മൊത്തം അറിയുക പാട്ട്. അതുകൊണ്ട് അങ്ങ് പാടിക്കോട്ടെ, കയ്യടി കിട്ടും, എന്തെങ്കിലുമൊക്കെ കിട്ടും. നിയമങ്ങൾ നമ്മൾ പഠിക്കണ്ടേ, സൂക്ഷിക്കണ്ടേ. എല്ലാറ്റിലും പോയി പാർപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. കള്ളുകുടിയന്മാരെ കൂടെ ഇരുത്തുന്ന ഒരു സഭ, ആ സഭയിൽ പോയിരിക്കാനും ഈമാനുള്ളവന് പറ്റൂലല്ലോ. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവനാണോ, ഫലാ യജ്ലിസു അലാ മാഇദത്തിൻ യുദാറു അലൈഹിൽ ഖംർ, കള്ള് കറങ്ങുന്ന ഒരു സദസ്സിൽ അവൻ പോയിരിക്കൂല. കള്ള് കറങ്ങുന്ന ഒരു സദസ്സിൽ അവൻ പോയിരിക്കൂല. കള്ള് തീന്മേശയിൽ വന്ന് കറങ്ങുന്ന ഒരുപാട് ഭക്ഷണ രീതികളില്ലേ, സൽക്കാരങ്ങളില്ലേ, ആഘോഷങ്ങളില്ലേ. ഇബാദുർ റഹ്മാൻ അവിടെ കാണൂല. അല്ലാഹ് സ്വീകരിച്ച അടിമകൾ അവിടെ സാക്ഷി നിൽക്കൂല. സംഗീതങ്ങൾ കേൾക്കുന്നത് പോലും ശ്രദ്ധിക്കണം. ഉപകരണങ്ങളിലൂടെ സദാസമയത്തും മ്യൂസിക് കേൾക്കുന്ന, സിനിമ കാണുന്ന, നാടകം കാണുന്ന, സെക്സ് കാണുന്ന ആളുകളെ ശ്രദ്ധിക്കണം. വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, ഇത്തരത്തിൽ വല്ല അനാവശ്യങ്ങളോടും അരികു ചേർന്ന് ജീവിക്കേണ്ടി വന്നാൽ എങ്ങനെ ജീവിക്കണം? ഇബാദുർ റഹ്മാൻ എങ്ങനെ ജീവിക്കും? അവരതിൽ ടച്ച് ചെയ്യോ? ഇല്ല. മർറുഹു കിറാമാ, മാന്യന്മാരായി ബഹുമാനം കളയാതെ അവർ കാത്തു സൂക്ഷിച്ച് ജീവിക്കും. ഉപകരണത്തിൽ എന്തെല്ലാമുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്. മറ്റു പലതിനും അങ്ങനെ കണക്കാക്കാറില്ലേ. നന്മയുടെ വശങ്ങളിൽ മാത്രമേ അവർ തൂങ്ങി നിൽക്കൂ, തിന്മയുടെ വശങ്ങളിലേക്ക് പോകൂല. 2 മണിക്കും 3 മണിക്കും ഒക്കെ ഉറങ്ങുന്ന കുട്ടികളെ കാണാം. ഉമ്മമാരെ, ഓൺലൈനിലാണ് അവര്. എന്താണ് അവർക്ക് പരിപാടി? അവർ ഇസ്ലാമികമായി വല്ല നിയന്ത്രണമോ കാര്യങ്ങളോ ചാറ്റ് ചെയ്യലോ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയോ ആണോ? അല്ല. അവർക്ക് മറ്റു പല പണികളാണ്. അതേ, കണ്ടുകൊണ്ടിരിക്കുന്നതും കളിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. അങ്ങനെയാകുന്ന മനുഷ്യൻ അതിനടിമപ്പെട്ട് 3 മണിക്ക് അവൻ ഉറങ്ങുന്നു. സ്വകാര്യ റൂമിൽ അവൻ ഇതാണ് പരിപാടി. അത് അപ്പുറത്തെ റൂമിൽ നിന്ന് ഉമ്മ അറിയുന്നുണ്ട്, പക്ഷേ മിണ്ടുന്നില്ല. എന്തിനാ ഉമ്മയായത്? ഉപ്പ അറിയുന്നുണ്ട്, മൗനിയാണ്. എന്തിനാ ബാപ്പയായത്? എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത കുട്ടിയെ ദുഷിപ്പിക്കുന്നത്? സംഗീത ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ പാടില്ലാത്ത രൂപത്തില്, കേൾക്കാൻ പറ്റാത്ത രൂപത്തില് നമ്മുടെ കാതുകളെയും നമ്മുടെ കണ്ണുകളെയും സൂക്ഷിക്കാൻ വളരെ പ്രയാസമുള്ളൊരു സമാനാണിന്ന്. പക്ഷേ സ്വാലിഹീങ്ങൾ നോക്കി, വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. ആയത്ത് വിശദീകരിച്ചപ്പോൾ റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, വയഹ്തമിലു ഹുദൂറ കുല്ലി മൗളിഇൻ യജ്രി ഫീഹി മാ ലാ യംബഗി, ആവശ്യമില്ലാത്തത് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഈ പറഞ്ഞതിൽ പെട്ടു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വയദ്ഖുലു ഫീഹി അയാദുൽ മുശ്രികീന വമജാമിഉൽ ഫുസ്സാദ്, തെമ്മാടികൾ ഒരുമിച്ച് കൂടുന്ന സംഗമ സ്ഥലം. അനാവശ്യം പറയുന്നവർ, ഗീബത്ത് പറയുന്നവർ, നമീമത്ത് പറയുന്നവർ,
ഫിത്ന പറയുന്നവർ, ഏഷണി പറയുന്നവർ, തോന്നിവാസം പറയുന്നവർ, അതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവർ, അവരെ സംഗമങ്ങളിൽ ഇരിക്കുന്നതും ഇതിൽപ്പെട്ടു. ലിഅന്ന മൻ ഖാലത അഹ്ല ശർരി, ദുഷിച്ചവരോട് കൂടിക്കലർന്ന് ജീവിക്കുന്നവൻ, അവരെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുന്നവൻ, അവരെ സംഗമങ്ങളിൽ സംബന്ധിക്കുന്നവൻ, ഫഖദ് ശാറകഹും ഫീ തിൽകൽ മാസിയ, ആ കുറ്റത്തിൽ അവരോട് പങ്കാളിയായി തീർന്നു. നിസ്കരിക്കാത്തവരെ കൂടെ നീ ഇരിക്കുമ്പോ നിന്നെയും അതിൽ ചേർത്തിക്കളയും. തങ്ങൾ പറയുന്നു, അത്തരക്കാരുടെ കൂടെ സംബന്ധിക്കലും അവരെ നോക്കലും അതുകൊണ്ട് തൃപ്തിയുണ്ട് എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് അത്തരക്കാരിരിക്കുന്ന ഒരു സഭയിൽ നീ പോയിരിക്കരുത്, അവരിലേക്ക് കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ നോട്ടം നോക്കരുത് എന്നല്ല, ബൽഹുവ സബബുല്ലി വുജൂദിഹി വസ്സിയാദതി ഫീഹി, അവരിലുള്ള അനാവശ്യം നിന്നിലേക്ക് വരാനും അത് നിന്നിൽ ഉണ്ടാകാനും വർദ്ധിക്കാനും അതൊരു കാരണമാണ്. ഇവരിങ്ങനെ ചെയ്തിട്ടും ഇവര് നല്ല ഹൈ ലെവലിൽ ജീവിക്കുന്നില്ലേ എന്ന് ശൈത്താൻ നിന്നെ തോന്നിപ്പിക്കും. അപ്പൊ ഞാൻ അവരെ പോലെ ആകട്ടെ, ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ നിന്റെ മനസ്സുകൊണ്ട് നീ ചിന്തിക്കും. അവരതിന് സഹായവും ചെയ്യും. നീ എങ്ങനെ പോയാൽ അത് നിന്നിൽ ഉണ്ടായത് അവരിലേക്ക് നോക്കിയിട്ടല്ലേ, അവരെ കണ്ട് ആസ്വദിച്ചിട്ടല്ലേ. അതുകൊണ്ട് അത്തരക്കാരോട് ആസ്വദിക്കാനോ കൂടെ പോകാനോ പാടില്ല.